ദിവസത്തിൽ എത്ര ചായ? ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ഓരോരുത്തരും കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചായ വ്യത്യസ്തമാണ്. പാലൊഴിച്ചത്, കട്ടൻ ചായ, ഗ്രീൻ ടീ, ഹെർബൽ ചായ, അങ്ങനെ പോകുന്നു ഈ പട്ടിക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചായയുടെ സ്വഭാവം അനുസരിച്ചാണ് ഇത് ദഹനപ്രക്രിയയെ ബാധിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. ചായയില്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ കഴിയാത്ത എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്, അല്ലേ? പലരും ദിവസത്തിൽ 2-3 ചായയോ അതിലധികമോ വരെ കഴിക്കുന്നവരാണ്. രാവിലെ വെറും വയറ്റിൽ തുടങ്ങുന്ന ചായ കുടി പാതിരാത്രി വരെ തുടരുന്നവരുണ്ട്. എന്നാൽ ദിവസത്തിൽ ഇത്രയധികം ചായ കഴിക്കുന്നത് എന്തു പറഞ്ഞാലും ഒട്ടും ആരോഗ്യകരമല്ലെന്നാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത്. ഓരോരുത്തരും കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചായ വ്യത്യസ്തമാണ്. അതായത് പാലൊഴിച്ച ചായയാണ് പലപ്പോഴും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് എല്ലാവരുടെയും കാര്യത്തിലും പൊതുവായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. ചിലർക്ക് അമിതമായ ഗ്യാസ് ട്രബിളിന്റെ വിഷമതകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരക്കാർക്ക് പാലൊഴിച്ച ചായ കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം ഇവരിലെ പാൽ ദഹിക്കാതെ കിടക്കാനും ഇതുവഴി വയറ് കേടാകാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന പാല് പുളിച്ചു തികട്ടുന്നതിനും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. അതേസമയം കട്ടൻ ചായ വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് മാത്രമല്ല, അത് ദഹനത്തിന് അല്പം ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തുളസിയില പോലുള്ള ഹെർബൽ ചേരുവകൾ ചേർത്ത ചായകളാണെങ്കിൽ തീർച്ചയായും ദഹനത്തെ സുഗമമാക്കുകയും ആകെ ആരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയുമേ ചെയ്യുകയുള്ളൂ. ഗ്രീൻ ടീയും ഒരു പ്രശ്നക്കാരനല്ലെന്ന് മനസ്സിലാക്കുക. കാര്യങ്ങൾ അങ്ങനെയെല്ലാമാണെങ്കിലും ചായകളിൽ പഞ്ചസാര ചേർത്ത് അമിതമായി കഴിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പരമാവധി പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുകയോ ആവാം. ദിവസത്തിൽ 3 ചായ കഴിക്കുന്നുവെങ്കിൽ ഒരു നേരം മാത്രമാക്കി പഞ്ചസാരയിട്ട ചായ ഒതുക്കുകയും ചെയ്യാം.